ഹായ് എല്ലാവർക്കും നമസ്കാരം. ബിഹാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കൊടുക്കാനുള്ളതെല്ലാം എടുത്ത് മടക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ അടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ എൻ്റെ ഇളയ മോൾ പഠിക്കുന്ന സ്കൂളിൽ കുറച്ച് അമ്മമാരുണ്ട് ഡെയിലി മക്കളെ കൊണ്ടാക്കുന്ന വണ്ടിയിൽ വിടാത്ത. അപ്പോൾ അവർ നമ്മളെല്ലാവരും നല്ല കൂട്ടാണ്. അപ്പോൾ അത് നമ്മളൊരു സൈക്കോ മമ്മീസ് എന്നൊക്കെ പേരൊക്കെ ഇട്ട് നമുക്കൊരു ഗ്രൂപ്പൊക്കെ തന്നെ ഉണ്ട്. അതിനകത്ത് ഞങ്ങളൊരു 6 പേരുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലിരുന്നിട്ട് പുറത്തിറങ്ങി സംസാരിക്കാൻ ഒരു കൂട്ട് കിട്ടുന്ന വലിയ കാര്യമാണ്. അങ്ങനെയുള്ള കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇതെല്ലാം മടക്കി അവർക്ക് കൊടുക്കാനുണ്ട്. ഒരാൾക്ക് 2 നൈറ്റി ഉണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ളത് ഞാനെടുത്ത് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുപോലുള്ള കാർഡ്ബോർഡ് സ്ക്വയർ ഷേപ്പിന് വെട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു അളവിന് മടക്കുമ്പോൾ എളുപ്പത്തിന് നമുക്ക് മടക്കാൻ പറ്റും. എന്നിട്ട് ആ കവറിൻ്റെ അതേ സൈസിനാണ് ഞാനിത് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കവറിലേക്ക് പെട്ടെന്ന് തന്നെ ഇടാനും പറ്റും. ആ കവറിന് ഫിറ്റായിട്ടിരിക്കും. ഇതൊരു ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് യൂസ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ മടക്കലെന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരളവുണ്ടെങ്കിൽ നമുക്ക് മടക്കിയെടുക്കാമല്ലോ. അപ്പോൾ ആ അളവിന് തന്നെ ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആ കാർഡ്ബോർഡ് അങ്ങ് മാറ്റും. അപ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കും. നമ്മുടെ നൈറ്റി ആയാലും ടോപ്പായാലും എല്ലാം നല്ല ഭംഗിയിലിരിക്കും. പിന്നെ ഉള്ളത് ഒരു നൈറ്റി ഫ്രോക്കാണ്. ഇത് ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ ഫ്രോക്കും പിന്നെ ഇത് കൂടാതെ ഒരു ഫ്രോക്കും കൂടി ആ കസ്റ്റമർ പറഞ്ഞിരുന്നു. പുള്ളിക്കാരി ഓൺലൈൻ കസ്റ്റമറാണ്, സ്ഥിരമുള്ള ആളാണ്. അതുപോലെ തന്നെ അവർക്കൊരു ഫ്രോക്കും കൂടി കുഞ്ഞു മോൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇനി സ്റ്റിച്ച് ചെയ്യണം. എനിക്കിവിടെ മെഷീൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഇതുവരെ ശരിയായില്ല. പിന്നെ ഇന്ന് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തു. പിന്നെ എടുത്ത തുണി ഡാമേജ് ആയതുകൊണ്ട് അതിനെയും മാറ്റി വെച്ചു. ഇനി ആൾക്ക് പുതിയൊരു മെറ്റീരിയലിൽ ഇപ്പോൾ ഈ പോൾക്ക ഡോട്ടിൻ്റെ ബ്ലാക്കാണിത്. ഇതിൻ്റെ തന്നെ റെഡ് ഇരിപ്പുണ്ട്. അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് ആൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഒരു അജ്രക്കാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെടികളോടാണ്. ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ചെടി നടുന്നതും കായ്കളും പച്ചക്കറികളും അധികം നടാറില്ല എങ്കിലും അത് നടാറുണ്ട്. അത്യാവശ്യം ഇവിടെ ഉണ്ടാകുന്നതൊക്കെ ഞാൻ നടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടി കുറേ നടാനുണ്ടായിരുന്നു. അതെല്ലാം ഇന്നും ഇന്നലെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇപ്പം ഈ സ്റ്റിച്ചിങ് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറകെയാണ് നിൽക്കുന്നത്. ഇനി ഓണം ആയിക്കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിന് നല്ല തിരക്കാവും. അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് ഒതുക്കി ഞാൻ വിചാരിച്ചു താഴെ വെക്കണ്ട. ഇനിയിപ്പോൾ മഴയായപ്പോൾ ഞാൻ മുകളിൽ ഇരുന്ന് 10 മണിയൊക്കെ എടുത്ത് താഴെ വെച്ചിരുന്നു. അപ്പോൾ ഇനി അതിനെയൊക്കെ തിരിച്ച് മുകളിലേക്ക് തന്നെ ആക്കണം. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇനി പെയ്യോന്നൊന്നും അറിയില്ല. ഒരു 10 ദിവസം നല്ലോണം മഴ നിന്ന് കഴിഞ്ഞാൽ 10 മണിയെല്ലാം അഴുകിപ്പോയി. ഏകദേശം നല്ല ടൈപ്പ് 10 മണി ചെടികളിൽ കുറേയൊക്കെ അഴുകിപ്പോയി. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് കൂടെ